ഹായ് ഗൈസ്, വെള്ളച്ചാലെ ലാസിംസിൻ്റെയൊക്കെ പേര് ഇത് പറയുന്നത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. മറ്റൊന്നുമല്ല, നിങ്ങളുടെ ഐഫോണിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള സോങ്സ് നിങ്ങളുടെ റിംഗ് ടോൺ ആയിട്ട് സെറ്റാക്കുക എന്നാണ്. അപ്പോൾ നമുക്ക് അധികം വൈകാതെ തന്നെ വീഡിയോ എടുക്കാം. അപ്പോൾ എൻ്റെ കൂട്ടുകാർ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ റൈറ്റ് സൈഡിൽ ഒരു ഒരു സ്ക്രീൻ റെക്കോർഡിംഗ് ഷെയർ ചെയ്ത് നിങ്ങൾ കാണുന്നുണ്ടാകും. അപ്പോൾ നിങ്ങൾ അത് കണ്ട് മനസ്സിലാക്കാം. അപ്പോൾ ഞാൻ എൻ്റെ ഫോൺ ഇതിലുണ്ട്. അപ്പോൾ അതിലൂടെ ഞാൻ ഫസ്റ്റ് തന്നെ നിങ്ങൾ ഒരു സോങ് ഡൗൺലോഡ് ചെയ്യണം. അപ്പോൾ ഞാൻ ഏതെങ്കിലും ഒരു വെബിൽ നിന്നാണ് ഡൗൺലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാനൊരു വെബ് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്ത് തരാം. നിങ്ങൾ സഫാരിയിൽ പോകുക. സഫാരിയിൽ പോയതിന് ശേഷം നിങ്ങൾ അടിച്ചു കൊടുക്കുക Ringtones Hub org എന്ന്. അപ്പോൾ Ringtones Hub org എന്ന് നിങ്ങൾ ഒന്ന് അടിച്ചു കൊടുക്കുക. Ringtones Hub org എന്ന് ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുത്തു. നിങ്ങൾ കാണാൻ സാധിക്കും ധാരാളം സോങ്സും അതിൻ്റെ മൂവീസും വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതുപോലെ ഏതെങ്കിലും ഒരു മൂവി എടുക്കും. പിന്നെ മാലിക് മൂവി എടുത്തു, അത് എൻ്റെ ആഡ് ക്ലോസ് ചെയ്തു. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് താഴെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ കാണാൻ സാധിക്കും ധാരാളം ബിജിഎമ്മും അതിൻ്റെ സോങ്സ് കാണുന്നുണ്ടാവും. അപ്പോൾ ഞാൻ ഇതിൽ തീരമേ റിംഗ് ഡൗൺലോഡ് ചെയ്യാൻ പോകുന്നത്. അത് തീരമേ റിംഗ് ടോണിൽ ഞാൻ ടാപ്പ് ചെയ്ത് കൊടുത്തു. ടാപ്പ് ചെയ്ത് കൊടുത്ത ശേഷം ഒരു ഇൻ്റർഫേസിലേക്ക് പോകുന്നതായിരിക്കും. ഇപ്പോൾ പോകുന്നില്ല, നെറ്റ് സ്ലോ ആണ്. ഇപ്പോൾ ഒരു ഇൻ്റർഫേസിലേക്ക് പോയി. അപ്പോൾ നിങ്ങൾക്ക് താഴെ കാണുന്നതായിരിക്കും ഡൗൺലോഡ് റിംഗ് ടോൺ എന്ന്. അത് നിങ്ങൾ ടാപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഡൗൺലോഡ് ഇതുപോലത്തെ ഇൻ്റർഫേസിലും അത് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഫയൽസിൽ പോവുക. അപ്പോൾ ഫയൽസിൽ പോയതിന് ശേഷം നിങ്ങൾ എവിടെയെങ്കിലും അത് കിടക്കുന്നുണ്ടാവും. നിങ്ങൾ iCloud ഡ്രൈവിലോ അല്ലെങ്കിൽ ഓൺ മൈ ഐഫോണിലോ എവിടെയെങ്കിലും അത് കിടക്കുന്നുണ്ടാവും. ഇപ്പോൾ ഞാൻ ഓൺ മൈ ഐഫോൺ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കട്ടെ. ഓക്കെ, ഓൺ മൈ ഐഫോണിൽ ഇതൊന്നും വന്നിട്ടില്ല, എവിടെ പോയെന്ന് അറിയില്ല. എനിക്ക് ധാരാളം ഫയൽസ് ഉണ്ട്. ഒരു മിനിറ്റ്, ഞാൻ ഈ ഒരു ഫയൽസൊക്കെ ക്ലിയർ ചെയ്യട്ടെ. ഒരു മിനിറ്റ്. ഒക്കെ ഞാൻ ഒന്ന് ഡിലീറ്റ് ചെയ്ത് കളയാൻ പോവുകയാണ്. ഡിലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ലാന്ന് തോന്നുന്നത്. കുഴപ്പമില്ല, ഞാൻ എവിടെ ഒന്ന് ഇത് വെച്ച് ഒന്ന് നോക്കട്ടെ. ഒരു മിനിറ്റ്. അപ്പോൾ ഇവിടെ ഒന്നും കാണുന്നില്ല. അപ്പോൾ എവിടെ പോയെന്ന് അറിയില്ല. ചിലപ്പോൾ എക്സ്റ്റൻഡറിൽ എവിടെയെങ്കിലും കിടക്കുന്നുണ്ടാവും, പറയാൻ പറ്റില്ല. അപ്പോൾ തീരമേൻ്റെ എവിടെയും കാണുന്നില്ല. അപ്പോൾ എവിടെയെങ്കിലും ഇപ്പോൾ ഞാൻ ഡൗൺലോഡ്സിൽ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിൽ തീരമേൻ്റെ ഇത് വന്നിട്ടുണ്ട്. നിങ്ങൾ കാണാൻ സാധിക്കും. നിങ്ങൾ ഡൗൺലോഡ്സിൽ പോയാൽ മതി. ബാച്ച് ഡൗൺലോഡ്സ് പോയി കഴിഞ്ഞാൽ നിങ്ങൾ കാണാൻ സാധിക്കും താഴെ തീരമേ റിംഗ് ടോൺ എന്ന്. അപ്പോൾ നിങ്ങൾ ഇനിയൊന്നും ചെയ്യണം. നിങ്ങൾ ഗാരേജ് ബാൻഡ് എന്നുള്ള ആപ്പ് നിങ്ങളുടെ ആപ്പ് സ്റ്റോറിൽ കിടക്കുന്നുണ്ടാവും. ഒരു 1.5 GB അതിൽ സ്പേസ് ഉണ്ട്. നിങ്ങളൊന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കുക. സ്പേസ് ഇല്ലാത്തവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ ഫസ്റ്റ് തന്നെ ഒരു കാര്യം പറയാം. ഈ ഒരു ഇഷ്ടമുള്ള റിംഗ് ടോൺ സെറ്റ് ചെയ്യണമെങ്കിൽ iPhone 10 മുതലേ ഉള്ള ഈ ഒരു ഫംഗ്ഷൻ, അതുപോലെ തന്നെ iOS 13 എന്നെങ്കിലും വേണം. ആണെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ അതിൻ്റെതായുള്ള iPhone 10, iPhone 8, iPhone 7 Plus, iPhone 6, 5 അതിലൊന്നും പറ്റില്ല. അപ്പോൾ ഞാൻ ഇവിടെ ഗാരേജ് ബാൻഡ് എടുത്തു. ഗാരേജ് ബാൻഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ സ്ക്രീൻ റൊട്ടേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ സ്ക്രീൻ എന്തെങ്കിലും റൊട്ടേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഞാൻ ഒരു ഇൻ്റർഫേസിലേക്ക് പോകുന്നത് നിങ്ങൾക്ക് ഒരു മിനിറ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് കാണുന്ന ഗാരേജ് ബാൻഡ് എന്നുള്ള ഓപ്ഷനിലേക്ക് പോവുക. ഞാൻ ഗാരേജ് ബാൻഡ് ഓപ്ഷനിലേക്ക് പോവുക. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് കാണുന്നത് ഓഡിയോ റെക്കോർഡർ, സ്ട്രിങ്സ്, അതുപോലെ തന്നെ EMP അതൊക്കെ കാണുന്നു. അത് നിങ്ങൾക്ക് ഓഡിയോ റെക്കോർഡിനടുത്ത് നിങ്ങൾക്ക് വോയിസ് ഓപ്ഷൻ ഉണ്ടാവും. അത് നിങ്ങൾ ടാപ്പ് ചെയ്ത് കൊടുക്കുക. വോയിസ് ഓപ്ഷൻ ടാപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് മുകളിൽ കുറേ അങ്ങനത്തെ കാണുന്നുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാകാത്ത കുറേ ആണ്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ലെഫ്റ്റ് സൈഡിൽ നിന്ന് തേർഡത്തെ ബട്ടൺ, ഇപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നിന്ന് തേർഡത്തെ ബട്ടൺ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ബട്ടൺ കാണുന്നുണ്ടോ, അത് നിങ്ങൾ ടാപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ വേറെ ഒരു ഇൻ്റർഫേസിലേക്ക് പോകാൻ സാധിക്കും. അത് കഴിഞ്ഞ് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, റൈറ്റ് സൈഡിൽ ഒരു പ്ലസ് ബട്ടൺ കാണുന്നുണ്ടോ, അത് നിങ്ങൾ ടാപ്പ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇത് ഓട്ടോമാറ്റിക് എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾ ഡിസേബിൾ ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് 8 അല്ലെങ്കിൽ ഏതെങ്കിലും നമ്പർ വന്നിട്ടുണ്ടോ, അത് നിങ്ങൾ 25 അല്ലെങ്കിൽ 10ൻ്റെ മീത്ത് മുകളിലാക്കുക. അത് കഴിഞ്ഞിട്ട് ഇതൊക്കെ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ നിന്ന് രണ്ടാമത്തെ ബട്ടൺ കാണുന്നുണ്ട്, ഒരു ലൂപ്പ്. അത് നിങ്ങൾ ടാപ്പ് ചെയ്ത് കൊടുക്കുക. ടാപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ആപ്പിൾ ലൂപ്സ് കാണുന്നുണ്ടോ, അതൊന്നും നിങ്ങൾ നോക്കണ്ട. അതിൻ്റെ റൈറ്റ് സൈഡിൽ ഫയൽസ് ഉണ്ട്, അത് നിങ്ങൾ ടാപ്പ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ബ്രൗസ് ഐറ്റംസ് ഫ്രോം ദി ഫയൽസ് ആപ്പ് എന്ന ഓപ്ഷൻ ടൈപ്പ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് തീരമേ റിംഗ് ടോൺ അവിടെ കാണുന്നുണ്ടോ, അത് നിങ്ങൾ ടാപ്പ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് തീരമേ റിംഗ് ടോൺ ഡ്രൈവ് വന്നിട്ടുണ്ട്. അതിൽ നിങ്ങൾ ഇങ്ങനെ ഇതേപോലെ പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് വെക്കുക. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഇങ്ങോട്ടേക്ക് ഇങ്ങനെ മൂവ് ചെയ്താൽ മതി. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണ്ട എഡിറ്റിംഗ് ഒക്കെ ഇതിൽ കാണുക. എഫക്ട്സ് ആണെങ്കിൽ എഫക്ട്സ് ഇതൊക്കെ നിങ്ങൾ കൂട്ടിക്കൊള്ളുക.
അപ്പോൾ ഇതുപോലത്തെ എഫക്ട്സ് ഒക്കെ കൂട്ടി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിൽ ഫസ്റ്റത്തെ ബട്ടൺ നിങ്ങൾ അത് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മൈ സോങ്സ് എന്ന ഓപ്ഷൻ ഉണ്ടാവും, അത് നിങ്ങൾ ടാപ്പ് ചെയ്ത് കൊടുക്കുക. അതിന് സേവിങ് എന്നുള്ള ഓപ്ഷനിലേക്ക് അത് പോകും. അത് കഴിഞ്ഞ് മൈ സോങ് 3 എന്നുള്ള ഒരു വെബ് ബ്രൗസറിലേക്ക് പോകും. അത് നിങ്ങൾ ഹോൾഡ് ചെയ്ത് പിടിക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഷെയർ എന്ന ഓപ്ഷൻ കാണുന്നുണ്ടാവും. ഷെയർ എന്ന ഓപ്ഷൻ കാണുന്നുണ്ടാവും. അത് നിങ്ങൾ ഷെയർ എന്ന ബട്ടൺ പ്രസ് ചെയ്യുക. അത് കഴിഞ്ഞ് റിംഗ് ടോൺ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. ആ റിംഗ് ടോൺ എന്നൊരു ഓപ്ഷൻ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ റിംഗ് ടോൺ നീഡ് ടു ബി അഡ്ജസ്റ്റഡ് കണ്ടിന്യൂ എന്ന് ഞാൻ പ്രസ് ചെയ്ത് കൊടുത്തു. അത് ഞാൻ അടിയാണെന്ന് പ്രസ് ചെയ്ത് റിംഗ് ടോൺ എന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് കണ്ടിന്യൂ എന്ന് പ്രസ് ചെയ്ത് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇഷ്ടമുള്ള പേര് ഈ ഒരു മൈ സോങ് 3 എന്ന് ഇട്ട് കൊടുക്കുക. എക്സ്പോർട്ട് എന്ന് പ്രസ് ചെയ്ത് കൊടുത്തു. എക്സ്പോർട്ടിങ് ആസ് റിംഗ് ടോൺ എന്നുള്ളൊരു ഓപ്ഷൻ വരുന്നുണ്ട്. അപ്പോൾ ഇത് ഈ ലെയർ പൂർണ്ണമായിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഇത് റിംഗ് ടോൺ സെറ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ യൂസ് സൗണ്ട് ആസ്, അപ്പോൾ നിങ്ങൾക്ക് ഇത് ക്യാൻസൽ അടിക്കുക, യൂസ് സൗണ്ട് ആസ് അടിക്കുക. അപ്പോൾ ഇത് എൻ്റെ സ്റ്റാൻഡേർഡ് റിംഗ് ടോൺ പ്രസ് ചെയ്ത് കൊടുക്കുക. അതിൽ നിങ്ങളുടെ സെറ്റിങ്സിൽ ഫോൺ ഇച്ചിരി ഹാങ്ങായി, അത് ചാർജ് നൽകുക. അപ്പോൾ ഇനി നിങ്ങൾ സെറ്റിങ്സിൽ പോയതിന് ശേഷം സൗണ്ട് ആപ്റ്റിക്സിൽ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ റിംഗ് ടോൺസിൽ പോയതിന് ശേഷം നിങ്ങളുടെ മൈ സോങ് 3 എന്നുള്ള ഓപ്ഷൻ മൈ സോങ് നിങ്ങൾക്ക് ഒരു സൗണ്ട് ഇടാം, അത് തന്നെയാണ് ചെയ്തിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു ഇനിയും കോൾ വരുമ്പോൾ നിങ്ങൾക്ക് ആ റിംഗ് ടോൺ വരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഞാൻ എന്തെങ്കിലും ഈ ഒരു വീഡിയോ ഇത്രയും ലെങ്ത് ആക്കാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല, ഒരു 3 മിനിറ്റ് 2 മിനിറ്റിൽ തന്നെ ഓൾറെഡി വിചാരിച്ചു. പക്ഷേ ഈ ഫോണിൻ്റെ ഹാങ്ങും അതുപോലെ തന്നെ നെറ്റ് സ്ലോ ആണ്. ഈ ഒരു 6 മിനിറ്റായി എത്തിച്ചത്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ചാനൽ ഷെയർ ചെയ്യുക, നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എൻ്റെ ഒരു വീഡിയോക്ക് ഇപ്പോൾ 1K വ്യൂസ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് യൂട്യൂബേഴ്സിനൊന്നും വലുതല്ലെങ്കിലും എനിക്കത് ഭയങ്കര വലുതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലത്തെ സപ്പോർട്ടൊക്കെ കഴിഞ്ഞാൽ എനിക്ക് ഇതേപോലത്തെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റും. ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണാം. ബൈ.